എന്നോടാ മൈ നമ്പർ എന്നോടാ അടി കൂടല്ലേ ആരുടെ ആയാലും മതി തന്നു കുഴപ്പമില്ല. എടാ നീയാ ദിനേശന്റെ മോനല്ലേ? എനിക്ക് നിന്നെ അറിയാം. എന്റെ അച്ഛനും പണ്ട് പോലെയായിരുന്നു. അച്ഛൻ വന്നാലോ? അച്ഛൻ പോയിരുന്നില്ല, ഞാൻ നോക്കാം. എന്തോ എന്താടി അമ്മയുടെ എന്തോ പോയച്ചാ അവിടെയാന്ന് തോന്നുന്നു. നിന്റെ എന്താടാ പോയത്? എന്നെ എന്തോ പോയി. എടാ വന്യമോനെ, ഞാൻ ചെറിയൊരു കോഴി ഫാം നടത്തിക്കൊണ്ട് പോവാ. കൊത്തു കിട്ടണമെങ്കിൽ പോവാൻ നോക്ക്. ഓക്കെ അങ്കിൾ, താങ്ക് യു. 5, 7, 6, 5. നിന്റെ അമ്മ ഒന്ന് നടരാജ വിഗ്രഹം പോലെ കിടക്കണം. വന്ന് നിന്ന് എടുക്കുക. ഓരോരോ പ്രഹസനങ്ങൾ. എന്താ? ഒന്നുമില്ല, ഞാനൊരു സംഭവം ചെയ്ത് നോക്കിയതാ. ലോക്കായി പോയി. ഞാൻ കുറച്ച് ദിവസമായി നിന്നെ പോലെ ഷുഗർ കട്ടൊക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഷുഗർ കട്ട പക്ഷേ ഉണ്ടല്ലോ, അടുക്കളയിൽ നിന്ന് ഒരു ലഡുവിന്റെ പാത്രം മിസ്സായിട്ടുണ്ട്. മിണ്ടായിരിക്കച്ചാ. അയ്യോ അയ്യോ എടി, അടുത്ത മാസം ചേട്ടന്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ സ്പെഷ്യൽ. എന്റെ അമ്മേ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യുന്നത് ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ നോക്കിയാ. അവരെനിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു ഡയറ്റീഷ്യനെ വെച്ചിട്ടുണ്ട്. എന്റെ ഹെൽത്തും ഹൈറ്റും വെയിറ്റും എല്ലാം നോക്കി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് അവർ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഞാനത് കഴിക്കുന്നുണ്ടോന്ന് ഡെയിലി അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം. അതെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും. അത് പോരാതിട്ട് വീക്ക്ലി അസസ്മെന്റും ഉണ്ട്. നീ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടപ്പോ വല്ല ചെക്കനും സെറ്റ് ആയിരുന്നു. എന്റെ അമ്മേ, ഫുഡ് ഇൻടേക്ക് മാത്രമൊന്നുമല്ല, വാട്ടർ ഇൻടേക്കും അവർ നമ്മളെ ശ്രദ്ധിക്കും. അത് മാത്രമല്ല, നമ്മളൊരു മെന്ററിനെ പോലെ അവസാനം വരെ അവർ കൂടെ ഉണ്ടാവും. വർക്കൗട്ട് ഒക്കെ ഉണ്ട്. ലൈവ് സെഷൻ വേണ്ടവർക്ക് ആ സമയത്ത് കയറാം. ഇനിയിപ്പോ എങ്ങനെ ആ സമയത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് സെഷനും ഉണ്ട്. ഞാൻ ചെയ്യാൻ മിണ്ടായിരിക്കച്ചാ. ആർക്കാ വയസ്സായത്? എന്റെ അമ്മ എങ്ങ അമ്മ ചെയ്യാം. എങ്ങനെയെങ്കിലും എക്സസൈസ് ചെയ്ത് ഫിറ്റ് ആവണം. പക്ഷെ ഞാനാണ് ഡാൻസ് കളിക്കാൻ ഏറ്റവും പോയി. എടി, അതിന്റെ പേരെന്തായിരുന്നു? ഗ്രീൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ. അതെ, അവനവന് പറ്റണ കാര്യം ചെയ്താ പോരെ. നിങ്ങൾ എന്നെ കൊണ്ട് ഒരു തേങ്ങ ചെയ്യിപ്പിച്ചു. ഇനി അവളും കൂടെ അങ്ങനെ വേണം. താൻ പോടോ മോളെ, നീ എടുക്ക്. അമ്മ സപ്പോർട്ട്. അല്ലേ വേണ്ട, അച്ഛൻ സൂപ്പറാണെന്ന് പറയാം. എടുക്കാം. പറയൂല. ഒരു പണി, അമ്മയും മോളും ഭയങ്കര സപ്പോർട്ടല്ലേ? സപ്പോർട്ട് ചെയ്തൊക്കെ എഴുന്നേറ്റാ മതി. അല്ല, ദിനേശന്റെ മോനെ പിടിച്ചെഴുന്നേപ്പിച്ചോടാ.